ഇത്തവണ കൊയിലാണ്ടി നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ. കേരളത്തിലാകെ അലയടിക്കാൻ പോകുന്ന UDF തരംഗത്തിന്റെ തുടക്കം കൊയിലാണ്ടിൽ നിന്നായിരിക്കുമെന്ന് പ്രചാരണ റാലി പങ്കെടുത്തുകൊണ്ട് ഷാഫി പറമ്പിൽ MP ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊയിലാണ്ടിൽ നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്തു. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന കൊയിലാണ്ടി മണ്ഡലത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡ് ഷോയാണ് ഇപ്പോൾ കൊയിലാണ്ടിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായി തന്നെ എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MP ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതീക്ഷയിലാണോ കൊയിലാണ്ടിയിൽ ഉൾപ്പെടെ? തീർച്ചയായിട്ടും അത് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ്. തെല്ലു അഹങ്കാരമില്ലാതെ പറയുന്നു, ജനത ഞങ്ങളുടെ കൂടെ ഉണ്ട്, കൊയിലാണ്ടി ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഈ സ്ഥാനാർത്ഥിയെ കൊയിലാണ്ടിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്. UDF പ്രവർത്തകരോ കോൺഗ്രസ് നേതാക്കന്മാരോ ലീഗ് നേതാക്കന്മാരോ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ മണ്ഡലമായിട്ടുള്ള ബന്ധം അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കൊയിലാണ്ടിയിൽ ഒരു മാറ്റത്തിന് സമയമായി. കേരളത്തിലെ മാറ്റത്തിന് കൊയിലാണ്ടി കരുത്തു പകരും. അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ MLA ആവും. കോഴിക്കോട് ജില്ലയിൽ തന്നെ കോൺഗ്രസിന് ഇതുവരെയും ഒരു MLA നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ ഇത്തവണ 13 എന്നാണ് പറയുന്നത്. ഇത്തവണ ഞങ്ങൾ നികത്തും. ജനങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ നികത്തും. പ്രവീണേട്ടാ, 13 തന്നെയാണോ? 13 കൊയിലാണ്ടി, അതിലൊന്ന് ആദ്യം കൊയിലാണ്ടി. പ്രവീണേട്ടാ, നമുക്കറിയാം കഴിഞ്ഞ 4 ടേമായിട്ട് തുടർച്ചയായിട്ട് CPM ആണ് വിജയിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഇവിടുത്തെ ഒരു വിശ്വാസത്തിന്റെ കാരണം? ഈ 20 വർഷമായി ഇത് തളർന്നു കിടക്കുകയാണ്. ഇത് വളരണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് പൊക്കിൽ കൂടി ബന്ധമുള്ള മണ്ണാണിത്. ഞാൻ പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അരിശി കുറിച്ച മണ്ണ്. ഈ നാട് എന്നെയും UDFനെയും കൈവിടില്ല. അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF ഒന്നടക്കമുള്ളത്, കോൺഗ്രസ് ഉള്ളത്. വലിയ പ്രതീക്ഷയിലാണോ ഇത്തവണ കൊയിലാണ്ടി നേടുമെന്നാണോ? കൊയിലാണ്ടി നേടും, 100% ഉറപ്പാണ്. 100% ഉറപ്പുണ്ട്. എങ്ങനെ? 100% പ്രതീക്ഷ. 100% പ്രതീക്ഷ. കൊയിലാണ്ടിയാണ് ഇക്കുറി പിടിച്ചെടുക്കും. തീർച്ചയായും 100% പിടിച്ചെടുക്കും. കേരളത്തിൽ ഒന്നടങ്കം അലയടിക്കാൻ പോകുന്ന UDF തരംഗത്തിന്റെ ഭാഗമായി കൊയിലാണ്ടിയും ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും നേതാക്കളും അതോടൊപ്പം തന്നെ അണികളും ഉള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊയിലാണ്ടിയിലൂടെയുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിതീഷിനൊപ്പം കൊയിലാണ്ടിയിൽ നിന്നും ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.